ആ ജീവിതത്തിൽ അതൊരു അതൊന്നും നടത്തില്ല, തിരിച്ചു കിട്ടത്തില്ല ഒന്നും. ആലപ്പുഴ നഗരത്തിലെ സ്കൂളിൽ സെക്യൂരിറ്റിക്കാരനായി ജോലി ചെയ്യുമ്പോഴാണ് ജോസഫ് പോക്സോ കേസിൽ അറസ്റ്റിലാകുന്നത്. സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നായിരുന്നു പരാതി. വേടനെതിരെ ഒരു പീഡന പരാതി എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതുമായി ചേർത്ത് വെക്കാൻ പറ്റുന്നുണ്ടാവില്ല. എന്നാൽ കൂടെ ഈ ഒരു വാർത്ത നിങ്ങൾ കേൾക്കണം കേട്ടോ. 8-ാം തീയതി പോലീസ് വന്ന് എന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യാൻ. ചേട്ടൻ എന്നോട് കുറ്റം ചെയ്തോന്ന് ചോദിച്ചൊന്നുമില്ല. പ്രതി നിരപരാധിയാണെന്നും ആൺ സുഹൃത്തുമായുള്ള ബന്ധം ജോസഫ് വീട്ടിൽ പറയുമോ എന്ന ഭയത്തിൽ കള്ളം പറഞ്ഞതാണെന്നും പെൺകുട്ടി വിചാരണ സമയത്ത് മൊഴിമാറ്റി. പക്ഷെ അപ്പോഴേക്കും ജോസഫിന്റെ ജയിൽവാസം 285 ദിവസം പിന്നിട്ടു. ഒരു പെൺകുട്ടി കാമുകനെ മറച്ചു വെക്കാൻ വേണ്ടി കൊടുത്ത പരാതിയിൽ ജോസഫ് എന്ന വ്യക്തിക്ക് നഷ്ടമായത് ആത്മാഭിമാനവും ജയിൽ ശിക്ഷ കിട്ടും ചെയ്തു കേട്ടോ. ചെയ്യാത്ത കുറ്റത്തിന് നാട്ടിലും വീട്ടിലും കുടുംബത്തിലും എല്ലാവരും മുമ്പിലും ആ മനുഷ്യൻ പരിഹാസം മാത്രമായി നിലവിൽ. പോക്സോ കേസിലെ പ്രതി കുട്ടീനെയാണ് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നാണ് പറയണത്. ആ ജീവിതത്തിൽ അതൊന്നും നടത്തില്ല, തിരിച്ചു കിട്ടത്തില്ല ഒന്നും. പിന്നെ എന്നെ അറിയാവുന്നവർ ഇപ്പോഴും എൻ്റെ അവിടെ സൈനിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മക്കളൊക്കെ എന്നോടൊപ്പം. ജീവിതം പച്ചപിടിപ്പിക്കാൻ തയ്യൽ പണി മുതൽ സെക്യൂരിറ്റി പണി വരെ ചെയ്തിട്ടുണ്ട് ജോസഫ്. 10 വർഷം മുൻപ് ക്യാൻസർ ബാധിച്ച് ഭാര്യ മരിച്ചു. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുന്ന നമ്മുടെ പോലീസ് ശരിക്കും ഈ സത്യവും നീതിയും ഒക്കെ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടില്ലല്ലേ എന്തായിരിക്കും എന്നുള്ളതൊക്കെ. ഒരാൾ പറഞ്ഞ അങ്ങനെ തന്നെ വിശ്വസിച്ച് ആ മനുഷ്യന് ഇത്രയും ദിവസം ജയിലിലൊക്കെ ഇടുക എന്ന് പറയുമ്പോഴേ അങ്ങനെ എത്രയോ കേസുകളല്ലേ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ കള്ളക്കാമുകനെ പിടിച്ചു. ഏതൊരു പുരുഷനെയും പെടുത്താൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കേസ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ പോക്സോയോ പീഡനമോ അങ്ങോട്ട് ചാർത്തി കൊടുക്കുക അല്ലേ. ഇനി ഒന്നുമില്ലെങ്കിലും ആ മനുഷ്യൻ നാറിക്കോളും. കാരണം ചാനലിലും പത്രത്തിലൊക്കെ പേര് വരുമല്ലോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പം അങ്ങനത്തെയൊക്കെ ഒരു ഐഡിയോളജിയിലാണ് പല സ്ത്രീകളും പരാതി കൊടുക്കുന്നത് തന്നെ. ജോസഫ് ഏട്ടന് നീതി കിട്ടി. അതേപോലെ തന്നെ നമ്മുടെ ബോച്ചേൻ്റെ കേസും ഇപ്പോൾ എവിടെ എത്തിയില്ല. ഇനിയിപ്പോൾ വേടൻ്റെ കേസ് അത് എന്തായാലും പോലീസ് തെളിയിക്കുന്നുണ്ടാവുമല്ലോ സത്യം എന്താണെന്നുള്ളത്. നീതി നടപ്പിലാവട്ടെ എന്ന് മാത്രം നമുക്ക് പറയാം അല്ലേ.